ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പായ കന്യാകുമാരിയിലേക്ക് ഒരു സോളോ ട്രിപ്പ് വന്നിരിക്കുകയാണ് ഞാൻ. കൊച്ചിയിൽ നിന്ന് ട്രെയിൻ കയറി കന്യാകുമാരിയിലെത്തി. കന്യാകുമാരിയിലെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. പിന്നീട് ഗാന്ധി മണ്ഡപവും കാമരാജ് മണ്ഡപവും ഒക്കെ കണ്ട് വിവേകാനന്ദ പാറയിലേക്കുള്ള ബോട്ട് യാത്രയും കഴിഞ്ഞ് വിവേകാനന്ദ പാറയിൽ എത്തുന്ന വരെയുള്ള കാഴ്ചയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത്. വണ്ടേഴ്സ് ട്രിപ്പിന്റെ കന്യാകുമാരി പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിനഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ബോട്ട് റൈഡിന് ശേഷമാണ് ഈ കാണുന്ന വിവേകാനന്ദ പാറയിൽ നമ്മൾ എത്തുന്നത്. 300 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് പുറമെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു 30 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റും കാണിച്ച് ചെരുപ്പ് ഈ കാണുന്ന സ്ഥലത്ത് അഴിച്ചു വെച്ച് വേണം നമ്മൾ അകത്തേക്ക് കയറി പോകാൻ. നമ്മളെ കാല് പൊള്ളാതിരിക്കാൻ ഇവിടെ വൈറ്റ് കളറിൽ പെയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മേലൂട്ട് നടക്കുകയാണെങ്കിൽ ഈ വെയിലിൽ നമ്മളെ കാലൊന്നും പൊള്ളില്ല. സ്വാമി വിവേകാനന്ദന് ഈ പാറയിൽ വെച്ചാണ് ജ്ഞാനോദയം ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നതിന്റെ ഓർമ്മയിലായിട്ടാണ് 1970 ഇങ്ങനെ ഒരു മെമ്മോറിയൽ ഇവിടെ പണി കഴിപ്പിക്കുന്നത്. ശരിക്കും വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ലാൻഡിൽ നിന്ന് ഏകദേശം 500 മീറ്ററോളം മാറി നിൽക്കുന്ന വലിയ പാറകൾ, ആ ഒരു പാറയുടെ മേലെ പണി കഴിപ്പിച്ചിരിക്കുന്ന മെമ്മോറിയൽ. ആ പാറയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ എന്ന മെയിൻ ലാൻഡും അതിന്റെ ചുറ്റും സംഗമിക്കുന്ന 3 കടലുകളും. മെമ്മോറിയലിന്റെ അകത്ത് നമുക്ക് ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു തീർത്ത് ബാക്കിലൂടെ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഈ ഒരു കലണ്ടറാണ്. ഈ ഒരു കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺറൈസിന്റെ ഡയറക്ഷനും ഒക്കെ അറിയാൻ പറ്റും. അതിന്റെ മുന്നിലായിട്ട് നല്ല വിശാലമായ കടല്, വേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും അറബിക്കടലും ഒക്കെ സംഗമിക്കുന്ന ലക്കഡേറ്റീവ് സീയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം. നല്ല ശക്തിയായ കാറ്റാണ് ഇവിടെ. ഞാനിട്ട തൊപ്പി വരെ ആ കാറ്റത്ത് പറന്നുപോയി. താഴെയാണ് ഇവിടുത്തെ മെഡിറ്റേഷൻ ഹാള് വരുന്നത്. മെഡിറ്റേഷൻ ഹാള് മാത്രമല്ല, അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബുക്ക് സ്റ്റോളും ഉണ്ട്. അരമണിക്കൂറോളം ഞാൻ അതിന്റെ അകത്തിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. പുറത്തിറങ്ങി വരുമ്പോൾ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. വിവേകാനന്ദ മെമ്മോറിയൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത കാണാനുള്ളത് തിരുവല്ലൂർ സ്റ്റാച്യു ആണ്. പണ്ടൊക്കെ വിവേകാനന്ദ പാറയിൽ വീണ്ടും ബോട്ട് കയറി വേണം തിരുവല്ലൂർ സ്റ്റാച്യുവിലേക്ക് പോകാൻ. പക്ഷെ ഇപ്പം ഇവിടെ പുതിയതായിട്ട് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഏകദേശം 90,000 ഗാലൻ കപ്പാസിറ്റിയുള്ള ഒരു റെയിൻ വാട്ടർ റിസർവോയർ ആണ് നമുക്ക് ഈ കടലിന്റെ നടുക്ക് കാണാൻ കഴിയുന്നത്. വിവേകാനന്ദ പാറയും തിരുവല്ലൂർ സ്റ്റാച്യുവും കണക്ട് ചെയ്യുന്ന ഈ ഒരു ബ്രിഡ്ജിന് 77 മീറ്റർ ലെങ്ത്തും 10 മീറ്റർ വിഡ്ത്തുമാണ് ഉള്ളത്. ഈ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ 37 കോടിയാണ് ചെലവാക്കിയിട്ടുള്ളത്. 2024 ഡിസംബർ 30 ഈ ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലൂടെ നടക്കുമ്പോഴുള്ള പ്രത്യേകത ആ ഒരു വ്യൂ തന്നെയാണ്. ചുറ്റിലും കടലും 2 സൈഡ് വലിയ പാറയും ഇതിന്റെ കൂടെ നമ്മൾ താഴേക്ക് നോക്കിയാൽ കടലിന്റെ മേലോട്ട് നടക്കുന്ന ഒരു ഫീലിംഗ്. ലോകത്തിലെ ഏറ്റവും വ്യാപകമായി വിവർത്തനം ചെയ്യപ്പെട്ട മതേതര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൾ. തമിഴ്നാട്ടിലെ ഓരോ മനുഷ്യരും ഈ തിരുക്കുറലിനെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സൃഷ്ടിന്റെ സൃഷ്ടാവാണ് തിരുവല്ലൂർ. 1990 ഈ ഒരു സ്റ്റാച്യൂടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. 9 വർഷത്തോളം നീണ്ടുനിന്ന പണി 1999 പണി പൂർത്തിയാക്കുന്നത്. 133 ഫീറ്റ് ഹൈറ്റാണ് ഈ ഒരു സ്റ്റാച്യൂക്കുള്ളത്. അത് സൂചിപ്പിക്കുന്നത് തിരുക്കുറളിലെ 133 ചാപ്റ്റേഴ്സാണ്. എല്ലാം നല്ല വിശദീകരിച്ച് കണ്ടു, എല്ലാം മനസ്സിലാക്കി, അവിടെ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം വായിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജിലെത്തി. ഇനി ബാക്കിയുള്ളത് ശ്രീപാദ മണ്ഡപമാണ്. കന്യാകുമാരി ദേവിയുടെ കാൽപാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശ്രീപാദ മണ്ഡപം. അതിൻ്റെ അകത്തും വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. വിവേകാനന്ദ പാറയിൽ വന്ന് സൺസെറ്റും കണ്ട് തിരിച്ചു പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ സൺസെറ്റ് കാണാൻ ഇതിലും നല്ലൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഞാൻ ഒന്നും നോക്കിയില്ല. തിരിച്ചു പോകേണ്ട ബോട്ടിലെ ക്യൂവിലേക്ക് കയറി അങ്ങ് നിന്നു. ഒരു 10 മിനിറ്റ് മാത്രമേ ഞാൻ ഈ ക്യൂവിൽ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് പോകേണ്ട ബോട്ട് ഇവിടെ എത്തിയിരുന്നു. നമ്മൾ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോഴും നമ്മൾ തന്നെ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് വേണം ബോട്ട് കയറി പോകാൻ. ഇത്തവണ ഞാൻ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള സീറ്റിലാണ് പോയിരുന്നത്. ബോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇരിക്കുന്നത് അത്ര സേഫ് അല്ലാന്ന്. നമ്മൾ വരുമ്പോൾ ഉണ്ടായതിനേക്കാളും ശക്തിയായിട്ടാണ് കാറ്റും തിരമാലയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബോട്ട് നല്ല ആടി ഒലഞ്ഞിട്ടാണ്
മുന്നോട്ട് പോകുന്നത്. ഓരോ ആട്ടത്തിലും കുറച്ച് വെള്ളം എൻ്റെ മേത്തേക്ക് തെറിക്കുന്നുണ്ട്. അഞ്ചു മണിയോടെയാണ് തിരിച്ച് നമ്മൾ കരയിലെത്തുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞ ആ വാച്ച് ടവറിലേക്ക് പോകാൻ പറ്റുന്നത്. നേരത്തെ പോയ ഗാന്ധി മണ്ഡപം ഒക്കെ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ. കുറേ സമയമായിട്ട് വെള്ളമൊന്നും കുടിക്കാത്തത് കൊണ്ട് തിരിച്ചു വന്നപാട് ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് അങ്ങ് നടന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നടന്നിട്ടാണ് ഞാൻ പറഞ്ഞ ആ വാച്ച് ടവറിൻ്റെ അടുത്തെത്തിയത്. 5 രൂപയാണ് വാച്ച് ടവറിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ്. ടിക്കറ്റും എടുത്ത് നടന്ന് മേളിലോട്ട് കയറി വട്ടം ചുറ്റി തല കറങ്ങുന്ന രീതിയിലാണ് ഇതിന് മേളിലേക്ക് കയറിപ്പോണ്ടത്. കയറി പോകുമ്പോഴും നമുക്ക് കാഴ്ചകൾ കൂടുതൽ ഭംഗിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കയറി വട്ടം ചുറ്റി ഏറ്റവും മേലെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ആ കത്തി നിൽക്കുന്ന സൂര്യനെയാണ്. 5:30 ആകുമ്പോഴത്തേക്കാണ് ഞാൻ ഇതിൻ്റെ മേളിലെത്തിയത്. ഇനിയുമുണ്ട് ഏകദേശം 1 മണിക്കൂറോളം സമയം സൂര്യൻ അസ്തമിക്കാൻ. ആ ഒരു സമയം ഞാൻ അതിൻ്റെ മേളിൽ ഇരുന്നും കിടന്നും കടലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് സമയം കളഞ്ഞു. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സൈഡിൽ ഈ കറുപ്പ് ഷർട്ടിട്ട വ്യക്തി വന്നിരുന്നത്. അവിടെ ഇരുന്ന് വെള്ളമടിച്ച് ആ കുപ്പിയും വേസ്റ്റും ഒക്കെ കടലിൽ വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാണ് നിങ്ങൾ കണ്ടത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സൺസെറ്റിൻ്റെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ നിറച്ചും ആളുകളെ കൊണ്ട് നിറഞ്ഞു. സൂര്യനൊക്കെ പറഞ്ഞു വിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും നല്ല രീതിയിൽ ടയർഡായിരുന്നു. തൊട്ടടുത്ത് കണ്ട ഒരു ആവിൻ പാർലറിൽ കയറി ഒരു ചൂട് ബദാം മിൽക്കും ഒരു ബട്ടർ ബിസ്ക്കറ്റും പറഞ്ഞു. അതും കുടിച്ചുകൊണ്ട് അടുത്ത പ്ലാനും ആലോചിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്നു. റൂമിൽ പോയി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടും റൂമിൽ പോകാൻ തോന്നാത്തത് കൊണ്ടും ഞാൻ ഇതിലൂടെ ഒക്കെ കറങ്ങി. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു തോട്ടോടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. രാത്രി സമയങ്ങളിൽ ഈ ഷോപ്പിംഗ് ഏരിയ ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. പണ്ടുണ്ടായ സുനാമിയുടെ മെമ്മോറിയൽ ആയിട്ടാണ് ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ പണികഴിപ്പിച്ചിരിക്കുന്നത്. ധാരാളം കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എല്ലാം കണ്ട് ഒരു 9 മണിയാകുമ്പോഴത്തേക്കാണ് തിരിച്ചു റൂമിലെത്തിയത്. മൊത്തത്തിൽ ടയർഡ് ആയതുകൊണ്ട് അന്നത്തെ ദിവസം കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ രാവിലെ 5:30 എഴുന്നേറ്റ് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്തിനാന്നല്ല, ഇവിടുത്തെ സൺറൈസും കൂടെ കാണാം. സൺറൈസിലേക്കുള്ള കാത്തിരിപ്പും ഇവിടുത്തെ മനോഹരമായ മറ്റ് കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തി അടുത്തൊരു പാർട്ടിൽ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺ. ബൈ.